ഹലോ, ഇത് ഞാൻ ഗിരിജ. എല്ലാവർക്കും എൻ്റെ പുതിയ സംരംഭത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കണമെന്നും എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമല്ലോ. സ്വന്തമായി വരുമാനം ഉണ്ടാകണമെന്നും സ്വന്തം കാലിൽ നിൽക്കണമെന്നും ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാവില്ല. അതുപോലെ എനിക്കും ഒരു ആഗ്രഹമുണ്ടായി. പക്ഷേ 60കളിലേക്ക് പദമൂന്നിയ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ആലോചനയായി. അപ്പോഴാണ് വീട്ടിലിരുന്ന് തന്നെ ഒരു ബിസിനസ് തുടങ്ങാമെന്നും വരുമാനം ഉണ്ടാക്കാമെന്നും സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാനും ഒരു ബിസിനസ് സംരംഭം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതിനായി കുടുംബത്തോടൊപ്പം ചർച്ചകൾ ചെയ്തും അഭിപ്രായം ആരാഞ്ഞും ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇനി സംരംഭം തുടങ്ങുമ്പോൾ അതെന്തായിരിക്കണമെന്നായി അടുത്ത ആശങ്ക. ഏത് മേഖലയിലായിരിക്കും കൂടുതൽ സാധ്യതകൾ? അതൊരു ജുവലറി ആകുമോ, ക്ലോത്തിങ് ആകണമോ, അതോ രണ്ടും കൂടിയാവണമോ എന്നായി അടുത്ത ചിന്ത. ഒടുവിൽ രത്നധാര ബൈ ഗിരിജ എന്ന പേരിൽ ഒരു ജുവലറിയും ക്ലോത്തിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന സംരംഭം തുടങ്ങാൻ തീരുമാനമായി. പക്ഷേ വലിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ ഭയമായിരുന്നു. ആദ്യം ചെറിയ തോതിൽ തുടങ്ങി പിന്നീട് വിപുലപ്പെടുത്താമെന്നായിരുന്നു ചിന്ത. നമ്മുടെ സാധനങ്ങൾക്ക് വിപണി കണ്ടെത്താനാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത പടിയിലേക്ക് കടക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനായി ഞാൻ മോൻ രാഹുലിനെയും കൂട്ടി രാവിലെ 11 മണിയോടെ എറണാകുളം ബ്രോഡ്വേയിലേക്ക് യാത്ര തിരിച്ചു. അത് എൻ്റെ സ്വപ്നത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നു. യാത്രയിലുടനീളം മനസ്സിൽ പലവിധ ആശങ്കകളായിരുന്നു. കയ്യിലുള്ള പണത്തിനൊത്ത സാധനങ്ങൾ വാങ്ങാൻ പറ്റുമോ, ഏതെല്ലാം കടകളിൽ പോകണം, നല്ല സെലക്ഷൻ ഉണ്ടായിരിക്കുമോ ഇങ്ങനെ പലവിധ ചിന്തകളായിരുന്നു മനസ്സിൽ. ബ്രോഡ്വേയിൽ ഓണം സീസണിൻ്റെ അസാമാന്യ തിരക്കായിരുന്നെങ്കിലും ഞങ്ങൾ കടകളുടെ ബോർഡുകൾ നോക്കി ഒരു കടയിൽ കയറി. സ്കൂട്ടർ പാർക്ക് ചെയ്ത ശേഷം കടയ്ക്കുള്ളിലേക്ക് കയറിയപ്പോൾ കടക്കാരൻ ഞങ്ങളെ ഹൃദ്യമായി സ്വീകരിച്ച് ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നു. അത് കമ്മലുകളുടെ ഒരു ഹോൾസെയിൽ കടയായിരുന്നു. ഞങ്ങൾ അറിയാതെയെങ്കിലും ആദ്യമായി ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ചെന്ന് കയറിയത് ഭാഗ്യമായി തന്നെ തോന്നി. കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അവിടുത്തെ പെൺകുട്ടികളോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാനും വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്തു തരാനും ഏർപ്പാടുകൾ ചെയ്തു. ഒത്തിരി സെലക്ഷനുകൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ ഏതെടുക്കണം എന്നുള്ള ആശങ്കയായി. എല്ലാം വാങ്ങാൻ തോന്നും വിധം അത്രമാത്രം ആകർഷകങ്ങളായിരുന്നു എല്ലാം തന്നെ. ഒരു ഡിസൈനിലുള്ള പല കളറുകളിലായി 20 എണ്ണമെങ്കിലും മിനിമം എടുക്കണമെന്ന് കടക്കാരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് ഭയന്നു. പിന്നീട് വില വിവരങ്ങൾ ചോദിച്ചും സാധനങ്ങളുടെ ഭംഗിയും കണ്ട് ഞങ്ങൾ 20 എണ്ണം തന്നെ വാങ്ങാൻ തീരുമാനിച്ചു. ഇത്രയും വിറ്റഴിക്കാൻ പറ്റുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാലും ബിസിനസ്സിൻ്റെ ആദ്യ പരീക്ഷണഘട്ടം നേരിടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം ഞങ്ങൾ നെക്ലേസുകൾ വാങ്ങാൻ മറ്റു ചില കടകളിൽ കൂടി കയറി. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. ചില കടകളിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രമേ വാങ്ങാൻ പറ്റിയുള്ളൂ. അങ്ങനെ 2-3 കടകളിൽ കൂടി കയറിയപ്പോഴാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കാനായത്. വാങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നി. കാരണം സ്വന്തം ബ്രാൻഡിലേക്ക് ആദ്യ ശേഖരം പതുക്കെ രൂപം കൊള്ളുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു ഞങ്ങൾ. അതിനുശേഷം പാക്കിംഗ് മെറ്റീരിയലുകൾക്കുള്ള അന്വേഷണമായി. അവ തിരഞ്ഞ് പലയിടത്തും കയറിയിറങ്ങി. കുറച്ച് കവറുകൾ, ക്യാരി ബാഗ്, റാപ്പർ, പേപ്പർ, ടേപ്പ് തുടങ്ങിയ കുറച്ച് സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങി. അതുവരെ അലഞ്ഞ് ഞങ്ങൾ പലവിധ കടകളിൽ കയറിയതിനാൽ വളരെയധികം ക്ഷീണിതരായിരുന്നു. അവസാനം ഞങ്ങൾ ഭാരത് കഫേയിൽ കയറി ചായയും സ്നാക്കും കഴിച്ചപ്പോൾ ഉന്മേഷം തോന്നി. അവസാനം ഒരു ചെറിയ ടീ ബ്രേക്ക് പോലും അന്നത്തെ യാത്രയുടെ ഓർമ്മക്കുറിപ്പാക്കി മാറ്റാൻ പോകുന്നവയായിരുന്നു. ആ ചായയുടെ രുചി എന്നും മനസ്സിൽ ഓർമ്മയുണ്ടാവും. ചായ കഴിച്ച് ഞങ്ങൾ ക്ലോത്തിങ്ങിൻ്റെ ഹോൾസെയിൽ കടകളിൽ സന്ദർശിച്ചു. അവിടുത്തെ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ നമ്മെ അമ്പരപ്പിക്കുന്നതായിരുന്നു. എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. പിന്നീട് വാങ്ങാമെന്ന് തീരുമാനിച്ച് ആദ്യം ജുവലറിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു പോന്നപ്പോൾ വഴിയിൽ കനത്ത ട്രാഫിക്. സ്കൂട്ടറിൽ പതുക്കെ നീങ്ങി ഞങ്ങൾ രാത്രി 8 മണിയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. നന്നേ ക്ഷീണിച്ചിരുന്നെങ്കിലും മനസ്സിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. കാരണം രത്നധാരയുടെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണല്ലോ എന്നോർത്ത്. ജീവിതത്തിൽ പുതിയതായി എന്തെങ്കിലും തുടങ്ങുമ്പോൾ സംശയങ്ങളും ആശങ്കകളും ഭയവും എല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. പക്ഷേ ചെറിയൊരു ശ്രമം പോലും ചിലപ്പോൾ വലിയ സ്വപ്നത്തിലേക്കുള്ള വഴിത്തിരിവാകും. ഇന്ന് രത്നധാര ബൈ ഗിരിജ എന്ന പേരിൽ
സ്വന്തം ബ്രാൻഡ് ആരംഭിക്കാൻ കഴിഞ്ഞത് ബ്രോഡ്വേയിലേക്കുള്ള ഞങ്ങളുടെ ആ യാത്രയായിരുന്നു. ഞങ്ങളുടെ യാത്രക്കഥ കേട്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇത് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ചെറിയ പ്രചോദനമായി തീർന്നാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇത് ഗിരിജ, രത്നധാര ബൈ ഗിരിജ, ഒരു സ്വപ്നത്തിൻ്റെ കഥ.